നമ്മുടെ കൂട്ടുകാർക്കുള്ള സർപ്രൈസ്. ഓക്കെ, അത് നോക്കിയാ അവൻ കളിയാക്കുന്നേ, അവൻ മനഃപൂർവ്വം കളിയാക്കണത്. ഓക്കെ, നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഒരുപാട് വിഷമമുള്ള എന്നാൽ ലൈഫിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായ ഒരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നതാണ് കേട്ടോ. നമ്മുടെ മക്കളെല്ലാവരും തന്നെ, ഇപ്പോൾ നിത്യതിയിലെ മക്കളെല്ലാവരും തന്നെ ഇപ്പോൾ 9 വർഷം നൃത്തം ചെയ്യുന്നു. ഇപ്പോൾ നല്ല അധ്യാപകരായി കൊണ്ടിരിക്കുന്നു. താഴെയുള്ള മക്കളെല്ലാം തന്നെ ഒരു 3 വർഷം 4 വർഷം ടൈമിങ്ങിനകത്തായവരാണ്. അവരെല്ലാം ഇനി റെഡിയായി വരികയാണ്. അപ്പോൾ ഈ ഒരു ജൈത്ര യാത്രയുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന ചില കണ്ടോ ഒരു സർപ്രൈസ്, നമ്മുടെ സർപ്രൈസ് എന്തൊരു ഹാപ്പി ആയിട്ടല്ലേ. നമ്മുടെ ദുഃഖങ്ങളും സന്തോഷവും നമ്മളിങ്ങനെ ആഘോഷിക്കാറുണ്ട് അല്ലേ. അത് നമ്മുടെ ഒരു ക്ഷേത്രത്തിലെ പ്രോഗ്രാം ബേസ് പോയപ്പോഴത്തേക്കും അവിടെ തടി കൊണ്ട് നിർമ്മിച്ച സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ അതിലൊരു പലക ഇങ്ങനെ ചെറുതായിട്ട് ഇളകിയിരുന്നു. പിന്നെ ഓൾറെഡി നമ്മുടെ ഇച്ചിരി കളരി കൂടുതലാണല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ജനമോള് തന്നെ കറക്റ്റ് ചെന്ന് കറക്റ്റ് ആ കുഴിയിൽ വീണു. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു വീഴാൻ സാധ്യതയുള്ള കുഴിയാണെന്ന്, അത് അതുപോലെ തന്നെ സംഭവിച്ചു. ഒരു കുഴപ്പമില്ല ചേച്ചി, പ്രശ്നമാണ്. ജന മാത്രം പറഞ്ഞോ ഒരു പ്രോബ്ലം ഇല്ലെന്ന്. എന്തായാലും കറക്റ്റ് ജന ചെന്ന് കുഴി വീണു. പക്ഷെ അവള് വളരെ കഷ്ടപ്പെട്ട് അല്ലേ ആ നൃത്തം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആൾക്കൊരു പൊട്ടലുണ്ട്. ഇപ്പൊ തന്നെ നോക്കിയേ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇങ്ങനെ റെസ്റ്റിലാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ജനയുടെ ശിവനെ, ഹനുമാനെ, മീനാക്ഷി ക്യാരക്ടർ അടിച്ചു മാറ്റി പഠിച്ചു വെച്ചേക്കാണ് അല്ലേ. 1-2 സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പൂർവാധികം ശക്തിയായിട്ട് ജന വരും. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നൃത്തമാണെങ്കിലും ശരി, ആയോധനപരമായ അല്ലെങ്കിൽ സ്പോർട്സിലും ഒക്കെ എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇത്തരം ശാരീരികമായി ഉണ്ടാകുന്ന ക്ഷതങ്ങളും ഒക്കെ അതിലുണ്ടാകുന്ന ഒരു വിഷമതകളും. അപ്പോൾ ഒരുപാട് നമ്മുടെ മക്കള്, അപ്പോൾ ആദ്യം തന്നെ പറയാം, അതിൽ നിന്ന് വിജയശ്രീ ലാളിതയായിട്ട് ഇതുവരെ നിൽക്കുന്നത് മീനാക്ഷി കുട്ടിയാണ്. മീനാക്ഷിക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അടുത്ത ആഴ്ച ഓക്കെ അല്പം സുഖം. അപ്പൊ മീനാക്ഷി മോക്ക് മാത്രം ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി എല്ലാവർക്കും വന്ന ചെറിയ ചെറിയ അനുഭവങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം. ആദ്യം നമുക്ക് മീനാക്ഷിയോട് തന്നെ ചോദിക്കാം. ഒരു അനുഭവം ഇല്ലാത്ത മീനാക്ഷി മോളുടെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? ഇതുവരെ 9 വർഷത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ നൃത്തത്തിൽ പോയതാ? പോയിട്ടോ ചേച്ചി, മീൻസ് ഒന്നും വരാത്തത് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. മീൻസ് ഒരു സ്റ്റേജും അങ്ങനെ മുടക്കം വന്നിട്ടില്ല. പിന്നെ എല്ലാ കാര്യത്തിലും ഒരു ബ്ലെസ്സിങ് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ഇനി മുൻപോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഡാൻസിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ കൊറിയോഗ്രാഫിയോ അങ്ങനെയൊക്കെ ഉള്ള ഇത് കയറ്റമിറക്കവും വരുമെന്നല്ലാതെ ഈ ആരോഗ്യമായ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി എൻ്റെ ചേച്ചി ഇന്ന് ഉച്ചയ്ക്കൂടെ പറഞ്ഞേ ഉള്ളൂ, ചേച്ചി മോക്ക് മാത്രം ഒന്നും വന്നില്ലല്ലോ എന്ന്. അപ്പോഴേ എനിക്ക് സമാധാനമായി. നീ അതൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. അക്സെപ്റ്റ് ചെയ്ത് വീണ്ടും ഞാൻ ഡാൻസ് തന്നെ മുന്നേറി വരും. പക്ഷെ ഇതുവരെ വരാത്തത് കൊണ്ട് ദൈവത്തിൻ്റെയോട് ഒരുപാട് നന്ദി. ഓക്കെ, ദൈവത്തിൻ്റെ കൂടെ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ ആയി. ശരി, ഇനി നമ്മുടെ അഭിരാമി മോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നൃത്തത്തിൽ? അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തലം വന്നിട്ടുള്ള? എനിക്ക് സർജറി ഉണ്ടായിരുന്നു, പക്ഷെ അത് എൻ്റെ പ്രോഗ്രാമിനെ എഫക്റ്റ് ചെയ്തിട്ട്. സർജറി പ്രോഗ്രാം സമയത്ത് കൃത്യമായി ആളിങ്ങെത്തി അല്ലേ? വേദനിച്ചിട്ടുണ്ട് ആ ഒരു സർജറി ടൈമിൽ. അല്ലാണ്ട് എനിക്കത് ഡാൻസിന് പ്രാക്ടീസ് മുടങ്ങിയിട്ടുണ്ട്, അല്ലാണ്ട് പ്രോഗ്രാം മിസ്സായിട്ടില്ല എനിക്ക്. ഓക്കെ, അപ്പോൾ അതിനും ഒരുപാട് സന്തോഷം. അതെ, സന്തോഷം. ശരി, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ സ്വീകരിച്ചേ ഒക്കത്തുള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആള്. ഓക്കെ, നമ്മുടെ അനാമിക മോളോട് ചോദിക്കാം. മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു നൃത്ത ജീവിതത്തിൽ വന്ന ഇതുപോലുള്ള ദയനീയത? ഒരു 1.5 വർഷം റെസ്റ്റ് വന്നിട്ടുണ്ട്. മുട്ടിൽ ചെറിയൊരു പ്രശ്നമായിട്ടായിരുന്നു റെസ്റ്റ് വന്നത്. ആദ്യം ഡോക്ടറിനെ കണ്ടപ്പോൾ 2 ആഴ്ച റെസ്റ്റ് പറഞ്ഞു. പിന്നെ അത് 1 മാസമായി. പിന്നെ അത് 3 മാസമായി. ഏറ്റവും അവസാനം ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പിക്ക് പോകാൻ. അങ്ങനെ ഫിസിയോതെറാപ്പിക്ക് പോയി. അത് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് വലിയ കാര്യമൊന്നുമില്ല മോളെ, നമുക്ക് സർജറി ചെയ്യാമെന്ന്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 3 മാസം റെസ്റ്റ് കുഴപ്പമില്ല. അപ്പം ഞാൻ 3 മാസമോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞ് രാത്രി ഡോക്ടർ ചെക്കപ്പിനൊന്നും പറഞ്ഞു 1 വർഷം റെസ്റ്റ് എടുക്കണമെന്ന്. അപ്പം
അങ്ങനെ ഇങ്ങനെ ആ ഒരു 1.5 വർഷം നൈറ്റ് എന്ന് രാത്രി ചേച്ചിയെ വിളിക്കും, എനിക്ക് വേദന സഹിക്കാൻ വയ്യ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു, കരയും. ചേച്ചി എന്തെങ്കിലും പറയും, കരഞ്ഞു പോയി കിടന്ന് ഉറങ്ങും. പിന്നെ എന്നും കുറേ ചൂടുവെള്ളവും പച്ചവെള്ളവും തണുത്ത വെള്ളവും കാലിടുക അങ്ങനെ നല്ല ബുദ്ധിമുട്ടുള്ളൊരു 1.5 വർഷം. ആരോഗ്യം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് സർജറി കഴിഞ്ഞ് കിടന്നപ്പോൾ മനസ്സിലായി. അതായത് വീട്ടിലെല്ലാവരും ജോലിക്ക് പോകും, ഫുഡെല്ലാം അടുത്ത് വെച്ചേക്കും, ഇങ്ങനെ കിടക്കും. ആരെങ്കിലും വരുന്നവരൊന്നും മിണ്ടാനും ഒക്കാണ്ട്. വലിയ പാഠമല്ലേ സത്യം. അന്നിങ്ങനെ ഞാൻ ചേച്ചിയെ വിളിച്ചു, അതിനുശേഷം ചേച്ചി ഇങ്ങനെ ചോദിച്ചു, മക്കളെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ അറിവ് പറയാൻ. അന്ന് ഞാൻ പറഞ്ഞത്, ചേച്ചി ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കാമെന്ന് പറഞ്ഞു. അതായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ആ 1.5 വർഷത്തിൽ കടന്നുപോയ വേദികൾ, ഒരു വേദി എനിക്ക്, പക്ഷെ അത് കൊറോണ ടൈം ആയിരുന്നു. ഏറ്റവും പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയത് അത് കൊറോണ ടൈം ആയതുകൊണ്ട് അധികം പ്രോഗ്രാം ഒന്നുമില്ല, എല്ലാം ക്യാൻസൽ ആയി പോയി. ഒരൊറ്റ പ്രോഗ്രാം ഒരൊറ്റ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ വന്നിരുന്ന് ഫ്രണ്ടിരുന്ന് കരഞ്ഞ് കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ഒരു കാര്യം, അന്ന് പ്രൊജക്ടറിലും ഫുള്ള് ഞാനായിരുന്നു. ഞാൻ നോക്കിയപ്പം ഞാൻ വേദിയെ ഡാൻസ് കളിക്കുന്നില്ലെന്നേ ഉള്ളൂ, പ്രൊജക്ടർ മൊത്തം എൻ്റെ വീഡിയോ ആയിരുന്നു. ചേച്ചി എൻ്റെ പേര് കുറേ എടുത്ത് പറഞ്ഞന്ന്. അങ്ങനെ സന്തോഷമായിരുന്നു. സങ്കടത്തിൽ ഒരുപാട് കണ്ണീര്, ഒരുപാട് ഇനിയും ഉണ്ട് എനിക്ക് പറയാൻ. പ്രാക്ടീസിന് ഞാൻ ഒരു ദിവസം പോലും കാല് വയ്യാണ്ടായിട്ട് പ്രാക്ടീസ് മുടക്കിയിട്ടില്ല. എന്നും ചെന്ന് ഇങ്ങനെ ഇരിക്കും. അതായത് ഞാൻ ചെയ്യുമെന്നല്ല, ഇവർ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ആരും കാണാതെ ബാക്കിലൊക്കെ പോയിന്ന് കരയുമായിരുന്നു. അങ്ങനെ സെക്കൻഡ് ബാച്ചിൽ അവരൊക്കെ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ചേച്ചി എന്തിനു കരയുന്നേ? അപ്പം ഞാൻ വീണ്ടും പൊട്ടോ അവിടെ കിടന്നൊക്കെ കരയും. അങ്ങനെ നല്ലതായിരുന്നു. ഏറ്റവും കൂടുതൽ വിഷമാവസ്ഥ അനുഭവിച്ച അതുപോലെ ഇനിയും ഉണ്ട്. അന്ന് ഒരു ഡാൻസിൽ ചേച്ചി ഇങ്ങനെ പറഞ്ഞ്, മോൾ അവിടെ ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കാൻ. അങ്ങനെ അന്നത്തെ ദിവസം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന പൊസിഷനിൽ ആരും ഇല്ല കളിക്കാൻ. അപ്പം ഞാനിങ്ങനെ സങ്കല്പിച്ചിരുന്ന് കരഞ്ഞ്. അതുപോലെ ഞങ്ങളവിടെ വേറൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, എൻ്റെ പൊസിഷൻ ആ കുട്ടി പഠിച്ച് ചെയ്ത്. അപ്പം അതൊക്കെ വല്ലാത്ത സങ്കടമായിരുന്നു. അത്ര എൻ്റെ ലൈഫിൽ ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. ഓക്കെ, അത്രത്തോളം വലുതായിരുന്നു നിങ്ങൾക്ക്? ആയിരുന്നു അല്ല ആണ്? അതെ, അന്ന് തൊട്ടേ അങ്ങനെയായിരുന്നു. ജസ്റ്റ് കുറെ കോമ്പറ്റീഷൻ രീതിയിൽ മാത്രമല്ലല്ലേ നമ്മൾ അതിനെ കാണുന്നത്. അപ്പൊ ഓക്കെ, ഇനി ശ്രീലക്ഷ്മി മോളാണ് അനുഭവം പറഞ്ഞോളൂ മോളെ. 9 വർഷത്തെ ജീവിത നൃത്തയാത്രക്കിടയിൽ കലയുടെ അതിൽ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് വന്നത്, എനിക്ക് അപ്പൻഡിസൈറ്റ്സിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ ചേച്ചി, ആ ടൈമിലായിരുന്നു. ആ ടൈമിൽ അത് ആദ്യം ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ പെയിൻ വന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ വെളുപ്പിന് ഭയങ്കരമായിട്ട് പെയിൻ വന്ന് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ചൂടുവെള്ളമൊക്കെ പിടിച്ചിട്ട് ഒരു വിധത്തിലും അത് ഓക്കെ ആവാണ്ട് വെളുപ്പിന് ഹോസ്പിറ്റലിൽ പോയി അവിടെ കുറേ നേരം 2-3 ട്രിപ്പ് ഇറക്കി ഇഞ്ചക്ഷൻ ഇട്ട്, എന്നിട്ടും എനിക്ക് ഒരു ചേഞ്ചും ഇല്ല. അപ്പം നഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യേണ്ട മക്കളെ, സ്കാനിങ് റിപ്പോർട്ട് വന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ഇനി എങ്ങനെ എപ്പോഴും ഇങ്ങനെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുക, ഇനിയും മരുന്ന് എടുക്കാനൊക്കില്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ്, മോളെ മക്കൾക്ക് വിഷമം തോന്നരുത്, ഇത് ഇന്ന് തന്നെ കീറണം എന്ന്. എന്ത് കീറാന്? അവരുടെ മോക്ക് അപ്പൻഡിസൈറ്റ്സ് ആണ്, ഇങ്ങനെ ഓപ്പറേഷൻ ഇന്ന് തന്നെ ചെയ്തേ പറ്റുള്ളൂ, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് കുറേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചേച്ചി ഇങ്ങനെ മാറി വിളിച്ച് ഞാനിങ്ങനെ ഇരിക്കും, ചേച്ചി ചേച്ചി ചേച്ചി. അങ്ങനെ നൈറ്റ് 7 മണിക്കായിരുന്നു എനിക്ക് ഓപ്പറേഷൻ. അപ്പോൾ അത് പെട്ടെന്നാണ് വന്നേ, ഒട്ടും എക്സ്പെക്ട് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വേദന വന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, രക്ഷപ്പെട്ടു വന്നു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ, പക്ഷെ എനിക്ക് ഓപ്പറേഷൻ്റേതായിട്ട് പ്രോഗ്രാം മുടങ്ങിയിട്ടില്ല. കാര്യം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം റെസ്റ്റ് പറഞ്ഞിരുന്നു. ഈ 3 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം വന്നത്. അപ്പോൾ ആ 3 മാസം പിന്നെ എനിക്ക് ആ വർഷം ചേച്ചി ഒരുപാട് ഡാൻസ് ഒന്നും തന്നിരുന്നില്ല. ആകെ നമുക്ക് 8-9 ഡാൻസ് ഉണ്ടായിരുന്നു. അതിൽ 5 ഡാൻസ് എനിക്കുണ്ടായിരുന്നുള്ളൂ. 8-9 5 ഉണ്ട്. എന്നിട്ടാണ് ഒരുപാട് എന്നിട്ട് അതിലും ഒരെണ്ണം ഇച്ചിരി ആ ഡാൻസിൽ ഞാൻ ഉണ്ടായിരുന്നു. വരിക, തൊഴുക, തലയിടുക, പോവുക, വരിക, അടുത്ത ചട്ടി കൊണ്ടുവരിക, പോവുക. അതിന് നീ ചെയ്തില്ലേ? അതില് ഞാനിങ്ങനെ ചേച്ചി
ചേച്ചി ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ വന്നിങ്ങനെ നിൽക്കുമായിരുന്നു. ചേച്ചിയുടെ പിറകിൽ ചേച്ചിയുടെ കസേരയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ചേച്ചി ഇങ്ങനെ അന്ന് വിഷ്ണുവിന്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ ചേച്ചി പഠിപ്പിക്കുന്ന കാണുമ്പോൾ ആ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഉള്ളുന്ന് ഇങ്ങനെ ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. അവിടെ നിന്ന് ചേച്ചി ഫസ്റ്റ് ടൈം ഇങ്ങനെ കാളി ചെയ്തത് ഞാനായിരുന്നു. അത് ചേച്ചി അങ്ങോട്ട് തുടങ്ങി രണ്ടാമത്തെ ദിവസമായപ്പോൾ എൻ്റെ കാല് കയറി ഇടിച്ച് കാലിൽ ചെറിയൊരു എയർലൈൻ ഫ്രാക്ചർ വന്നു. സബാഷ്, സന്തോഷമായി. അങ്ങനെ അത് വെച്ച് ചേച്ചി പറഞ്ഞു, മോളെ റിസ്ക് എടുക്കണ്ട, എങ്കിലും ഒന്ന് മോക്ക് ഓക്കെ ആയിട്ടുള്ളത് ചെയ്യും, ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാൻ ചെയ്ത് അവസാനം ഡോക്ടറിനോട് ചോദിച്ച് പ്രോഗ്രാം കയറട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു മോളുടെ റിസ്കിൽ മോള് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കയറി, എനിക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും എൻ്റെ കാര്യം ഓക്കെയാണ്. അങ്ങനെ പ്രോഗ്രാം മുടങ്ങിയത് എനിക്ക് ഞാൻ PG ചെയ്ത സമയത്ത് ഇത് IV വന്ന ചേച്ചി, അങ്ങനെ അത് ഇച്ചിരി മാൻഡേറ്ററി ആയിട്ട് പോവേണ്ട ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. കുറേ ശ്രമിച്ചു ഒഴിവാക്കാൻ, പക്ഷേ നടന്നില്ല. അങ്ങനെ ഒരു പ്രോഗ്രാം മുടങ്ങി. അപ്പോൾ ലൈഫിൽ അങ്ങനെ 2 രീതിയിൽ നല്ല രീതിക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു ശ്രീലക്ഷ്മി മോള്. ഓ ടാറ്റാ, മീനാക്ഷി മോള് പോവാട്ടോ. ഓക്കെ. അടുത്ത സിദ്ധി മോള് പറയണ്ട, അഹങ്കാരം കൊണ്ട് ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. അതായത് ഞാൻ 9 വർഷമൊന്നും ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 3-4 വർഷത്തെ സീസണേ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. ഇതും കൂടെ കൂട്ടി 4ാമത്തെ സീസണാണ്. അപ്പോൾ ആദ്യത്തെ സീസൺ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ തത്തി അഡ്ജസ്റ്റ് ചെയ്ത് പോയി. 2ാമത്തെ സീസൺ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ തന്നെ പ്രവൃത്തി ഫലമായിട്ട് ഞാൻ ഫുഡൊന്നും കഴിക്കത്തില്ലായിരുന്നു. അങ്ങനെ കാർട്ടിലേജ് ഡാമേജ് വന്ന് 3 മാസം റെസ്റ്റ്. ശ്രീലക്ഷ്മി ഞാനും ഒരേ സമയത്തായിരുന്നു റെസ്റ്റ്. അങ്ങനെ ഞാൻ കറക്റ്റ് എൻ്റെ സന്തോഷം 3 മാസം കഴിയുമ്പോഴേ പ്രോഗ്രാം ഉള്ളൂ. അപ്പോൾ അത് ബേസ് പ്രാക്ടീസൊക്കെ വന്ന് കാണുമ്പോഴത്തേക്ക് വിഷ്ണുവിൻ്റെ ഡാൻസ്, മറ്റേ ദേവിയുടെ രൂപം, ദേഹി കാണുമ്പോഴും ശിവനൊക്കെ കാണുമ്പോൾ ഞാൻ ഇരുന്ന് കരയും. അങ്ങനെ എനിക്ക് മെയിൻ ക്യാരക്ടറായിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂലം എടുത്ത് ദേവി ക്യാരക്ടർ ആ വർഷം കിട്ടി. ദയനീയത കാണിച്ച് മെയിൻ ദേവി അങ്ങനെ ദേവി ക്യാരക്ടർ ലൈഫിൽ ആദ്യമായിട്ട് കിട്ടി. അത് മാക്സിമം ചെയ്യാൻ പറ്റും. ഒരുപാട് സ്റ്റെപ്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും നല്ല രീതിയിൽ എക്സ്പ്രഷനൊക്കെ ഇട്ട് പിടിച്ചു നിന്ന് അടുത്ത വർഷവും ദൈവം സഹായിച്ച് ദേവി ക്യാരക്ടർ ഓരോ സ്റ്റേജ് മാറി മാറി കയറാൻ പറ്റി. അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് എനിക്ക് കോയമ്പത്തൂർ എക്സാം, ലാസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് ഫൈനൽ എക്സാം പ്രാക്ടിക്കൽ കോയമ്പത്തൂർ വെച്ച്. ഞാൻ പഠിത്തം നിർത്താമെന്ന് പറഞ്ഞിട്ട് പോലും ഈ കുഞ്ഞെ സമ്മതിച്ചില്ല. എന്നെ പറഞ്ഞ് എക്സാമിന് വിട്ടു. അതായത് നമ്മുടെ ആ സീസണിലെ ആദ്യത്തെ പ്രോഗ്രാമിന് എനിക്ക് അവിടെ 23rd എനിക്ക് എക്സാം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ആ ഒരു സ്റ്റേജ് പോയി. പിന്നെ വീണ്ടും വന്ന് പഠിച്ചെടുത്ത് ചെയ്ത് ഈ വർഷം ഈ ആദ്യത്തെ പ്രോഗ്രാമിനൊന്നും കുഴപ്പമില്ലായിരുന്നു. ഈ ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിൻ്റെ തലേന്നത്തെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി വണ്ടിയിൽ നിന്ന് വീണ്. അങ്ങനെ ഇതേപോലെ കാല് കെട്ടി വെച്ച്, പക്ഷെ പൊട്ടലൊന്നും ഇല്ലായിരുന്നു. ചെറിയൊരു ചതവ്, വണ്ടി കാലിൽ കൂടെ വീണതിൻ്റെ ചെറിയൊരു ചതവ് വന്ന്. അതിന് മുന്നത്തെ കാർട്ടിലേജ് ഡാമേജ് ആയ സ്റ്റേജിലാണ് ഇവള് കാളി ശ്രീലക്ഷ്മി കാളി കയറി വാള് വെച്ചിട്ട് എൻ്റെ നെറ്റിയിൽ വെട്ടി ഇങ്ങനെ നല്ല രീതിയിൽ എൻ്റെ കണ്ണിൽ. അപ്പം ഞാൻ കയ്യിൽ നോക്കിയപ്പോൾ ഇത് അൾട്ടയാണോ ചുമന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡ്രസ്സിലൊക്കെ വെച്ച് തൂത്തിട്ട് വീണ്ടും ലാസ്റ്റ് വന്ന സ്റ്റില്ലൊക്കെ ഇങ്ങനെ ബ്ലഡൊക്കെ വലിച്ച് ഇങ്ങനെ സ്റ്റൂലൊക്കെ വെച്ച് നിന്ന് ഇങ്ങനെ തിരിഞ്ഞതും കുഞ്ഞെ കണ്ടിട്ട് അയ്യോ ചോര, അപ്പോഴേ എൻ്റെ ബോധം പോയി. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഈ പുരികത്തിൻ്റെ ഇവിടെ ആയിട്ടൊരു വെട്ട്, കണ്ണി കൊള്ളാത്ത ഭാഗ്യം. അങ്ങനെ മൊത്തം 4-5 അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സിദ്ധിമോളുടെ പുരികം ഇത് മുഴുവൻ ഇങ്ങനെ ഷേവ് ചെയ്തങ്ങ് കളഞ്ഞിട്ട്. അപ്പോൾ സിദ്ധിമോൾക്കൊരു രൂപം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ സിദ്ധിമോൾക്ക് പുരികം വരച്ച് വെക്കും. ദേവി ഇങ്ങനെ വരും ഒരു പുരികമായിട്ട്. അപ്പോൾ സിദ്ധിമോളും വലിയൊരു ട്രാജഡിയിലൂടെ 3 ട്രാജഡിയിലൂടെ കടന്നുപോയി. മൊത്തത്തിൽ ട്രാജഡി ആയിരുന്നു. ഓക്കെ. അപ്പോൾ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് കുറച്ച് ദേവി ക്യാരക്ടറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്താ അത് ഇങ്ങനല്ലല്ലോ, അത് ചേച്ചി തന്ന ശിക്ഷയില്ല, അതല്ല. അയ്യോ അങ്ങനെ പുറത്ത് പറയണ്ട. അല്ല, നിങ്ങളിങ്ങനെ നൃത്തം ചെയ്ത് ശാരീരിക
എനിക്ക് ആ സർജറിക്ക് ശേഷം കുറച്ച് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ട് ചേച്ചി. അപ്പൊ എല്ലാ സ്റ്റേജിലും ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടുകൾ നല്ല രീതിക്കും അല്ലേ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അടുത്ത ശോ. മക്കളെ, ഡാൻസ് ഫീൽഡിലുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ കാലിൻ്റെ മുട്ടിൻ്റെ ചില ഹിപ്പിൻ്റെ ബേസ്, നമ്മുടെ ഈ കാലിൻ്റെ ഇങ്ങ് താഴ്ഭാഗം, അങ്ങനെയൊക്കെ ഉള്ള നടുവിൻ്റെ പെയിൻ. ഇതൊക്കെ നോർമലി മുട്ടാണ് ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ മക്കളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് മെയിനായിട്ട് ആ ഒരു ത്യാഗം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എത്ര തന്നെ വേദന സഹിക്കേണ്ട നഷ്ടങ്ങളും ഒക്കെ വന്നാലും ഒരു വേദി പോലും നഷ്ടപ്പെടരുതേ, അത് വെച്ച് ചെയ്യാനുള്ളൊരു മനസ്ഥിതിയിലാണ് എന്നും എൻ്റെ മക്കൾ നിന്നിട്ടുള്ളത്. അത് ശരി എന്നല്ല, അവർക്ക് അത്രത്തോളം അതിനോടുള്ള ഒരു അർപ്പണ മനോഭാവമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജനമോൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. വേഗം തന്നെ ജനമോളല്ലേ, ജനമോളായിരുന്നു ഏറ്റവും കൂടുതൽ ഇവളുടെ കാലിത് എവിടെ പൊങ്ങുന്ന എന്തൊരു പൊക്കം എന്ന് പറഞ്ഞ് ചേട്ടന്മാർക്കൊക്കെ ഒരു സമ്മാനമായിട്ട് തൽക്കാലത്തേക്ക് പൊക്കാൻ കഴിയാത്ത ഇപ്പൊ താഴ്ത്താൻ വയ്യ, മൊത്തത്തിൽ പൊങ്ങിയിരിക്കുക താരത്തിൽ. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? നല്ലായിരുന്നു. അതെ. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത്രയും പറ്റി. പക്ഷെ അന്നിന് എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ബാക്കിയെല്ലാം കളിച്ചിട്ട് അമ്മേനെ കൊണ്ട് സ്കൂട്ടിലൊക്കെ പോയി വീട്ടിൽ ചെന്ന് രാവിലെ ആയപ്പോഴത്തേക്കും കാലുകുത്താൻ വയ്യ. പക്ഷെ രാത്രിയൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയൊരു മട. ചേച്ചി പറഞ്ഞല്ല പണിയാണെന്ന്. അതെ അതെ പറഞ്ഞായിരുന്നു. പക്ഷെ അന്നേരം കുഴപ്പമില്ലാത്തോണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ആയിരിക്കുമെന്ന്. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്താണ് വിവരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളാമെന്ന്. അതെ, കമ്പിടാൻ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ മക്കള് മീൻസ് മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നൃത്തം അല്ലേ അത്രയും ഒരു ഉപാസിച്ച് പോകുമ്പോഴത്തേക്കും എല്ലാം പോലെയല്ല, പുറമേ കാണുന്ന ഒരുപാട് നല്ലതിൻ്റെ പുറകിൽ അങ്ങേയറ്റം ഒരുപാട് വേദനകളും യാതനകളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവെച്ചതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലസ് വേണം. വേഗം തന്നെ ജനക്കുട്ടി പഞ്ഞിക്കെട്ടിൽ നിന്ന് മാറി കരാട്ടയ്ക്കായിട്ട് ഓടിയെത്തണം. അല്ല മീൻസ് കാല് ഇവക്ക് എപ്പോഴും ഇതല്ലേ. അപ്പൊ അങ്ങനെ പൊക്കി പൊക്കി ഓടി വരും. ഓക്കെ, ചിലങ്ക കെട്ടി സുന്ദരി കുട്ടിയായിട്ട് ഉടൻ തന്നെ എത്തും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് നല്ലൊരു ടാറ്റ പറഞ്ഞോ.